ദൃശ്യം 3 ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് സിനിമ കാണാൻ പോയത്. ഒരുപാട് പ്രതീക്ഷയോടു കൂടി പോകുമ്പോൾ അതിന് നമുക്കൊരു തിരിച്ചടി കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാവും. പോരാത്തിന് ദൃശ്യം 3 പോലെയുള്ളൊരു സിനിമ അതുപോലെയുള്ളൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യം 3 1-നോടും 2-നോടും യാതൊരു കുലബന്ധമില്ലാത്ത രീതിയിൽ 1ഉം 2 ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആസ്വദിച്ചു. അതൊന്നുമില്ലാത്ത രീതിയിൽ ഒരു സീരിയൽ നമുക്കിപ്പോൾ നമ്മുടെ ടി വിയിൽ കാണുന്ന ഒരു സീരിയൽ, ആ സീരിയലിൽ പല വർഷം വരില്ലേ, അതിൻ്റെ ഒരു വെർഷനായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മോഹൻലാലുണ്ട്, അതിന് ഒരു ഇമ്പാക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ദൃശ്യം 3 കാണാനായിട്ട് കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരൊരു ഇമ്പാക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് സിനിമ മോശമാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഗത്യന്തരമില്ലാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ തല്ലി കൂട്ടി ദൃശ്യം 3 ഇറക്കണം എന്നുള്ളൊരു തിക്കും തിരക്കും കാരണമാണ് ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് വരാൻ കാരണം. തുടക്കത്തിൽ തന്നെ നമ്മുടെ ജോർജ് കുട്ടി സിനിമ എടുക്കുന്നത്, ജോർജ് കുട്ടിയുടെ തന്നെ കഥ സിനിമ എടുക്കുന്നത്, അത് മെഗാ ഹിറ്റാവണ്. അതിൽ നായകനായിട്ട് ബിജുമോനെ അഭിനയിക്കുന്നു. അപ്പോഴേക്ക് അത് യൂട്യൂബിൽ അതിൻ്റെ പ്രിൻ്റ് വരുന്നു. അപ്പോൾ അതിനെ പിടിച്ചുള്ള കാര്യങ്ങൾ അപ്പോഴേക്കും പിന്നെ ഈ കഥയിലേക്ക് കയറി പിടിച്ച് വരുന്ന അങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഈ റബ്ബർ ബാൻഡ് പോലെ വലിച്ച് ഇൻ്റർവെല്ലായി. ഇൻ്റർവെല്ല് കഴിഞ്ഞാലെങ്കിലും ഒരു പടത്തിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും. നമ്മളൊക്കെ ഞെട്ടിക്കും ലാലേട്ടൻ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും കാത്തിരുന്നു. ഒരു ഞെട്ടിക്കലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പടം കഴിയുന്നവരെ നമ്മൾ ഞെട്ടിയില്ല. ദൃശ്യം 3 ആണ് കണ്ടതെന്നുള്ള നമുക്ക് ഒരു പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്താനായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഇതിലിപ്പോൾ ഇത്രയും നാൾ വില്ലത്തിയായത് ആശാശരത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ വില്ലനായത് ആരാണ്? സിദ്ദിഖാണ് ഇപ്പോൾ കൊടയും കുരിശെടുത്ത് ഇറങ്ങി പോകുന്നത് മോഹൻലാലിൻ്റെ മകളെ ജയിലിലാക്കാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കളികളാണ് സിദ്ദിഖ് കളിക്കുന്നത്. അതിനാരെ കൂട്ടുപിടിച്ച് നോക്കണത്? നമ്മുടെ പഴയ പോലീസുകാരുണ്ടല്ലോ, സഹദേവൻ കണ്ണൊക്കെ ചുവന്ന കളർ. ചുവന്ന കളറൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എവിടെ നിന്ന് കിട്ടിയാവോ കുറച്ച് ചുവന്ന കളറൊക്കെ വെച്ച് ചോരക്കണ്ണനായിട്ടാണ് മൂപ്പരിപ്പോൾ കേസ് തെളിയിക്കാൻ നടക്കുന്നത്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ തെളിയാത്തൊരു കേസ് ഈ സഹദേവൻ 2 ദിവസം കൊണ്ട് തെളിയിക്കാൻ വേണ്ടിയുള്ള അങ്കപ്പാടാണ് കാണിക്കുന്നത്. ഡോക്ടറെ അടുത്ത് പോയിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുഴിവെട്ടുകാരൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നു, കുഴിവെട്ടുകാരൻ്റെ മകളെ പിടിച്ചത് ബഹളടിക്കുന്നു. അപ്പോൾ അവിടെ കുഴിച്ചിട്ട അയാൾ സെമിത്തേരിയിൽ കുഴിച്ചിട്ട അസ്ഥി കഷ്ണമാണ് കിട്ടിയെന്ന് പറയുന്നു. അപ്പോഴേക്കും അതൊക്കെ കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയണത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡമ്മികളാക്കിയിട്ട് കൊണ്ടാണ്. IG ഭാഗത്ത് വന്നപ്പോൾ IG വന്നിട്ട് പറയണത് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന IG എന്ത് വേണമെങ്കിലും ചെയ്തോ, സഹദേവൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിയമം കയ്യിലെടുക്കുന്ന ഒരു IG. അപ്പോൾ നമ്മുടെ ഗോപിയുടെ മകനാണ് അതിൽ അഭിനയിച്ചുകൊണ്ട് അരുൺ ഗോപി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകം വേറെ, അത് കഴിഞ്ഞ് സിദ്ദിഖിൻ്റെ വില്ലൻ്റെ പരിവേഷം വേറെ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മാനസാന്തരം. എൻ്റെ മകളെ തൊടാണ്ടിരിക്കാൻ വേണ്ടി ഒരു നാടകം കളിച്ച് മകളെ വെട്ടലും കുത്തലും ചവിട്ടലും അടിക്കലൊക്കെ കഴിഞ്ഞ് അതിനെ തട്ടി മാറ്റി ഇട്ടിട്ട് ലാലേട്ടൻ്റെ മകൻ ഒരു കുമ്പസാരം. എൻ്റെ 5 കൊല്ലം മാത്രമേ എന്നെ ശിക്ഷിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ എന്നെ ശിക്ഷിക്കാൻ പാടില്ല, അതിനുള്ള വകുപ്പുകളെ ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ മകളെ ഒന്നും തൊടാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് മൂപ്പര് കീഴടങ്ങണ്. അപ്പോഴേക്കും ടി വിയിലെല്ലായിടത്തും വാർത്ത വരും കൊലക്കേസിൻ്റെ പ്രതിനെ കൃതി വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഈ പ്രമോകൾ വരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കോരിത്തരിക്കുന്ന ജനങ്ങൾ സിനിമകൾ കണ്ട് നമ്മൾ കോരിത്തരിച്ച് നമ്മുടെ പൈസ പോയതിനുള്ള വിഷമം കൊണ്ട് നമ്മളും കോരിത്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എന്താണ് ഇതിനൊരു തിരക്കഥയില്ലേ, ഇതിനൊരു നല്ല സംഭാഷണമില്ലേ, ഇതിന് സിറ്റുവേഷൻ ഇല്ലേ, ഒന്നുമില്ല. ഇവരെഴുതി ഉണ്ടാക്കുന്നതാണ് സിറ്റുവേഷൻ. അത് നമ്മൾ തൊണ്ട തൊടാതെ തിയേറ്ററിൽ ഇരുന്നാണ് വിഴുങ്ങിക്കോണം. കാരണം അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ചിലവർ പറയുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് 15 മിനിറ്റ് മാത്രമാണ് സിനിമയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് തോന്നുന്നുണ്ട്. ആ 15 മിനിറ്റ് പോലും ഇതൊരു നാടകമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്കാ നാടകം, വേറൊന്നുമില്ല. നമ്മുടെ ദൃശ്യം 1ഉം 2ൻ്റെ ഒരു പ്രേതം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒറിജിനലല്ല.
ഈ ജിത്തു ജോസഫിന് വേറെ പണി ജോലിയൊന്നുമില്ല. നല്ലൊരു കഥ അതിനെക്കുറിച്ച് ഉണ്ടാക്കി ത്രില്ലിംഗ് ആയിട്ടൊരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ മൂന്നാം ഭാഗത്തിനൊന്നും പനക്കറാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ വീരനായകനായിട്ട് 5 കൊല്ലം തൊടാൻ പറ്റാണ്ടായി. പോലീസിന് തൊടാൻ പറ്റിയില്ല, സഹദേവന് തൊടാൻ പറ്റിയില്ല, സിദ്ദിഖിന് തൊടാൻ പറ്റിയില്ല, ആർക്കും തൊടാൻ പറ്റാണ്ട് വിജയിയായിട്ട് നടന്നു പോണ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് എൻ്റെ മകളെ തൊടരുത്, എൻ്റെ മകളെ തൊട്ടാൽ ഞാൻ തട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ മകളെ തൊട്ടാൽ ഞാൻ കൊന്നുകളയും എന്ന് സിദ്ദിഖിൻ്റെ മുഖത്ത് വെച്ച് IG-യുടെ മുമ്പിൽ വെച്ചിട്ട് അട്ടഹസിച്ച് പോകണം മോഹൻലാലിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഏകദേശം പടത്തിൻ്റെ ചരമ അടഞ്ഞ പോലെയായി. സിനിമ മരിച്ചു. ആ മരിച്ച വിഷമത്തിൽ നമ്മൾ തിയേറ്റർ വിട്ട് ഇറങ്ങിപ്പോരുക. ഇനി മൂന്നാം ഭാഗത്തിന് മകളെ വിടമാട്ടേ, മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്താലും വിടമാട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് നിൽക്കുന്നു. അതിലും വലിയ കൽപ്പിൽ IG നിൽക്കുന്നു. അപ്പോൾ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത, ചുക്കും ചുണ്ണാമ്പും ഡയറക്ടറിനെ ഒരു ജിത്തു ജോസഫിൻ്റെ സിനിമയുടെ ടേക്കിങ്സ് പോലും ഇല്ല, നല്ലൊരു മ്യൂസിക് പോലും ഇല്ല. അങ്ങനെയുള്ള ഡയറക്ടറിൻ്റെ കൈ പൊന്തിച്ച് കാണിച്ചു, ഞാനിനി വരും, വീണ്ടും ഇനി അതിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് 4-ാം ഭാഗത്തിനുള്ള അംഗത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നോളെ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ലീഡിട്ട് തന്നുകൊണ്ട് മോഹൻലാൽ 5 കൊല്ലമായിട്ട് ജയിലിൽ പോയി. ഇത്രയും കഥകൾ പറഞ്ഞ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്ന് മക്കളെ, എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, നിങ്ങൾ ദൃശ്യം 1ഉം 2ഉം കണ്ടതാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ സിനിമ കാണാനായിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടി ആയിരിക്കും സ്ഥിതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയലിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് സീരിയലാണ് ജിത്തു ജോസഫ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി വേറൊന്നും പറയാനില്ല. എന്തായാലും ഈ സിനിമ ഒരു 100 കോടി ക്ലബ്ബിൽ കയറും എന്ന് പറഞ്ഞിട്ട് 25 കോടി ക്ലബ്ബിൽ ഇപ്പോൾ 2-3 ദിവസം നിന്ന്, ഇപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ അത്ര തന്നെ കാണുള്ളൂ. പിന്നെ ഈ പണിയും ജോലിയും ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വന്ന് സിനിമയ്ക്ക് കയറിയെന്ന് വരും. അപ്പോഴേക്കും അതിൻ്റെ കൂത്തമ്പി അത്രയുള്ള ഈ പടം. അല്ലാണ്ട് ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു പടം, അത്ര തന്നെ ഒരു തീട്ടപ്പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാശ് പോയി എൻ്റെ വിഷമം കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം നിങ്ങൾ ക്ഷമിക്കുക, അത് ഭാഷ മോശമായെങ്കിൽ ക്ഷമിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദഹിക്കുന്നില്ല, സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളേ. സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഒരു റിവ്യൂ വരുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. അത് കണ്ട് നിങ്ങൾ ഒരിക്കലും സിനിമയ്ക്ക് പോകരുത്. ആ റിവ്യൂ പറയണത് മുഴുവൻ അവരെ ആൾക്കാരാണ്. ഗംഭീരമാണ്, തിയേറ്റർ കത്തിച്ചു തൂക്കി. ഈ പടത്തിനേലും മേലെ ഒരു മലയാള സിനിമയില്ല, ഒന്നിനേലും രണ്ടിനേലും മികച്ചു നിൽക്കുന്ന 3-ാമത്തെ സീരിയൽ ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ തള്ളുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. സത്യസന്ധമായുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും ഈ സിനിമ കണ്ട് അനുഭവപ്പെട്ടെങ്കിൽ എന്നെ വന്ന് 4 തെറി വിളിച്ചോളാം, ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അടുത്ത വീഡിയോയിൽ കാണാം.